ഇവൻ എങ്ങനെ ഇവിടെ എത്തി? വെയിൽ കായൻ വന്നതായിരിക്കുമോ? മരത്തടികളുടെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളുടെ നിശബ്ദതയ്ക്കുള്ളിൽ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വേട്ടക്കാരൻ. ഇതാണ് ഇന്ത്യൻ ബാർക്ക് മാൻറ്റിസ് എന്ന തൊഴുകയൻ പ്രാണി. കേരളത്തിലെ കൃഷിയിടങ്ങളിലും വനത്തോട് ചേർന്ന അടിക്കാടുകളിലും കാണപ്പെടുന്ന ഒരിനം തൊഴുകയൻ പ്രാണിയാണ് ഇന്ത്യൻ ബാർക്ക് മാൻറ്റിസ്. ഹംബട്ടിയെല്ല സിമിലിസ് എന്നാണ് ശാസ്ത്രീയ നാമം. മരങ്ങളുടെ തൊലിപ്പുറത്തും നിലത്ത് വീണ് കിടക്കുന്ന കരിയിലകൾക്കിടയിലും ചപ്പുചവറുകൾക്കിടയിലും കാണപ്പെടുന്ന ഇവ നിറത്തിലും രൂപത്തിലും തന്റെ പരിസരങ്ങളോട് പൂർണ്ണമായും സദൃശ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇവയെ തിരിച്ചറിയൽ ശ്രമകരമാണ്. മഴ കഴിഞ്ഞ ഉടനെയുള്ള മാസങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഇവ ഇരപിടിയൻ ഷഡ്പദങ്ങളാണ്. മുൻകാലുകൾ സദാ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ കാണപ്പെടുന്നതിനാലാണ് തൊഴുകയൻ എന്ന പേര് ലഭിച്ചത്. പ്രധാനമായും ജീവനുള്ള കീടങ്ങളെ ഭക്ഷിക്കുന്ന സജീവ വേട്ടക്കാരാണ് ഇവ. നമ്മുടെ കൃഷിയിടങ്ങളിലെ ക്ഷുദ്രകീടങ്ങളെ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിനാൽ തൊഴുകയൻ പ്രാണികൾ കർഷകന്റെ മിത്രങ്ങളാണ്. 40-ലേറെ ഇനം തൊഴുകയൻ പ്രാണികൾ കേരളത്തിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേവലം കീടനിയന്ത്രണത്തിൽ മാത്രമല്ല ഇവയുടെ സ്ഥാനം, മറിച്ച് ഭക്ഷ്യശൃംഖലയുടെ അവിഭാജ്യ കണ്ണി കൂടിയാണ് തൊഴുകയൻ പ്രാണികൾ. എങ്ങനെയെന്നാൽ കീടങ്ങളെ തിന്നു നിയന്ത്രിക്കുന്നതോടൊപ്പം മറ്റ് മാംസബുക്കുകൾക്ക് ഭക്ഷണം കൂടിയാണ് ഇവ. ഇത് ഇവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സംരക്ഷിക്കാം നമുക്ക് തൊഴുകയൻ പ്രാണികളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും.